ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഡിസംബർ 8 മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. തീരുമാനത്തിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് ജാമ്യാപേക്ഷയിൽ പത്മകുമാർ വാദിക്കുന്നു. സ്വാന്തന സാജു വിവരങ്ങളുമായ സ്വാന്തന, തന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പത്മകുമാർ ആവർത്തിക്കുന്നത്. അതിൽ തന്ത്രിമാരുടെ കാര്യത്തിൽ കൂടുതൽ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ടോ? ഇത് തന്നെയാണോ ജാമ്യാപേക്ഷയിലും ഉള്ളത്? ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 8-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അസ്മൃതി, കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ എ പത്മകുമാർ ജാമ്യ അപേക്ഷ നൽകിയത്. അത് ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ മാസം 8 ഈ ഒരു കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. 8-ാം തീയതി ഇതിൽ വാദം കേട്ട് പിന്നീട് വിധി പറയുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും നമുക്ക് അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഈ ജാമ്യ ഹർജിയിൽ പ്രധാനമായും പത്മകുമാർ പറയുന്ന ഒരു കാര്യം, താൻ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു തരത്തിലുള്ള ഇടപാടുകളും താൻ നടത്തിയിട്ടില്ല. 2019 താൻ ഈ ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു പ്രസിഡന്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അക്കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത്. തനിക്ക് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ താൻ കുറ്റവാളിയാണ് എങ്കിൽ ബോർഡിലെ മറ്റ് അംഗങ്ങളും കുറ്റക്കാരാണ് എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. അതുമാത്രമല്ല, താൻ പൂർണ്ണമായും തന്നെ ഈ അന്വേഷണങ്ങളോടൊക്കെ തന്നെയും സഹകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, തനിക്ക് പ്രായമായ ആളാണ് താൻ. അതുകൊണ്ട് തന്നെ ആരോഗ്യമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ അപേക്ഷ നൽകുമ്പോൾ അതിൽ പ്രധാനമായും ഈ പത്മകുമാർ പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇന്ന് ഈ കേസ് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരു ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല സ്മൃതി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ജാമ്യ ഹർജി നൽകിയ ആളുകൾക്കൊന്നും തന്നെ അത് പരിഗണിക്കുകയോ അല്ലെങ്കിൽ അതിൽ ജാമ്യം നൽകുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനിയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാനിയായിട്ടുള്ള ആളാണ് ഈ എ പത്മകുമാർ എന്ന് തന്നെയാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് സ്മൃതി നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കേസ് ഈ മാസം 8-ാം തീയതി പരിഗണിക്കും. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.